ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ചെനാനി നഷ്രി ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരട്ടപാതകളുള്ള ടണലായിരിക്കും ഇത്. 2500 കോടി രൂപ ചെലവാക്കി 5 വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ടണൽ തുറന്നുകൊടുക്കുന്നതോടെ ജമ്മു ശ്രീനഗർ പാതയിലെ യാത്രാസമയം 2 മണിക്കൂർ ലാഭിക്കാം. ദൂരം 40 കിലോമീറ്റർ കുറയും. സംസ്ഥാനത്തിന്റെ 42ാമത് ചീഫ് സെക്രട്ടറിയായി നളിനി നെറ്റോ ഇന്ന് ചുമതലയേൽക്കും. SM വിജയാനന്ദ് വിരമിച്ച ഒഴിവിൽ നളിനി നെറ്റോയെ ചീഫ് സെക്രട്ടറിയാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയാകുന്ന 4ാമത്തെ വനിതയാണ് നളിനി നെറ്റോ. 1981 ബാച്ച് IAS ഉദ്യോഗസ്ഥയായ നളിനി നെറ്റോയ്ക്ക് വരുന്ന ഓഗസ്റ്റ് വരെ സർവീസുണ്ട്. തൃശൂർ തളിക്കുളത്ത് ജ്വല്ലറിയിൽ വൻ മോഷണം. 6 കിലോ സ്വർണവും 2 കിലോ വെള്ളിയും 2 ലക്ഷം രൂപയുമാണ് നഷ്ടമായത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് കടമുറിയുടെ ഷട്ടർ കുത്തി തുറന്ന് മോഷണം നടന്നത്. 6 പേരടങ്ങുന്ന സംഘം ജ്വല്ലറിക്ക് മുന്നിൽ നിൽക്കുന്നത് കണ്ടുവെന്ന് പോലീസിന് മൊഴി ലഭിച്ചു. സ്വർണ്ണാഭരണശാലയ്ക്ക് സമീപത്തെ ഇറച്ചിക്കടയിലെ ജോലിക്കാരാണ് മൊഴി നൽകിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഇവരെന്നും ഷട്ടർ തുറന്നു കിടന്നതിനാൽ കടയിൽ അറ്റകുറ്റപ്പണി നടക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പോലീസിനെ വിവരമറിയിക്കാൻ വൈകിയതെന്നുമാണ് മൊഴി. 4 മണിയോടെ 6 പേരും കാറിൽ രക്ഷപ്പെട്ടതോടെയാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. സമീപത്തെ കടകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. AK ശശീന്ദ്രനെതിരായ ഫോൺ കെണിയിൽ മംഗളം ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ്. AK ശശീന്ദ്രന് മാനഹാനി വരുത്തണമെന്ന ഉദ്ദേശവും ചാനലിനുണ്ടായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ FIR-ൽ പറയുന്നു. മംഗളം ചെയർമാൻ സാജൻ വർഗീസിനെ 1-ാം പ്രതിയാക്കി തയ്യാറാക്കിയ FIR-ന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. AK ശശീന്ദ്രനെതിരായ ഫോൺ കെണിക്കു പിന്നിൽ കുറ്റകരമായ ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ പ്രഥമ വിവര റിപ്പോർട്ട്. മംഗളം ചാനലിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായി 9 പ്രതികൾ ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്ന് FIR-ൽ പറയുന്നു. AK ശശീന്ദ്രന് മാനഹാനി ഉണ്ടാക്കണമെന്ന ഉദ്ദേശവും ഇവർക്കുണ്ടായിരുന്നു. അതിനായി ലൈംഗിക ചുവയുള്ള അശ്ലീല സംഭാഷണം സംപ്രേഷണം ചെയ്തു. മംഗളം ടെലിവിഷന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയും ഇത് പ്രചരിപ്പിച്ചു. മംഗളം ചെയർമാൻ സാജൻ വർഗീസിനെ 1-ാം പ്രതിയാക്കി തയ്യാറാക്കിയിരിക്കുന്ന FIR-ൽ CEO R അജിത് കുമാർ 2-ാം പ്രതിയാണ്. AK ശശീന്ദ്രനെ ഫോൺ ചെയ്ത പെൺകുട്ടിയും പ്രതിപ്പട്ടികയിലുണ്ട്. മുഴുവൻ പ്രതികൾക്കും 2 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കളങ്കിത മാധ്യമപ്രവർത്തനം നടത്തിയ മംഗളം ടെലിവിഷനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മംഗളത്തിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് മാധ്യമപ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. മംഗളം ചാനലിനെതിരെ തിരുവനന്തപുരത്തും കോഴിക്കോടും കഴിഞ്ഞ ദിവസം നടന്നതിന്റെ തുടർച്ചയായാണ് കൊച്ചിയിലും പ്രതിഷേധം നടന്നത്. വൈറ്റില ജംഗ്ഷനിലെ ഓഫീസ് മാധ്യമപ്രവർത്തകർ ഉപരോധിച്ചു. മാധ്യമപ്രവർത്തനത്തിന് അന്ത്യം കുറിക്കുന്ന നിലപാടായിരുന്നു മംഗളം സ്വീകരിച്ചതെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. കേരളത്തിലെ ഉത്തമമായ സദാചാരപരമായ മാധ്യമപ്രവർത്തനം അസാധ്യമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. മംഗളം മനസ്സിലാക്കേണ്ടത്, അജിത് കുമാർ ആയാലും ആരായാലും മനസ്സിലാക്കേണ്ടത്, അവരെക്കാൾ വലിയവർ ഇത്തരം തെറ്റുകളിൽ, ഇത്തരം കെണികളിൽ അകപ്പെട്ട് ഇല്ലാതായി പോയിട്ടുണ്ട്. ടെലിഫോൺ ടാപ്പിംഗ്, പ്രൈവസി വയലേഷൻ, അതെല്ലാം ഗുരുതരമായ വീഴ്ചകൾ തന്നെയാണ്. ശിക്ഷ കിട്ടുന്ന ക്രിമിനൽ കുറ്റങ്ങളാണ് എന്ന് പലയിടത്തും തെളിഞ്ഞു കഴിഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നണികളുടെയും പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ഈ ആഴ്ച മണ്ഡലത്തിലെത്തും. AK ആന്റണി, ജയറാം രമേശ്, പ്രകാശ് കാരാട്ട്, H രാജ തുടങ്ങിയവരെ മണ്ഡലത്തിലെത്തിക്കാനാണ് തീരുമാനം. അണികളെ ആവേശത്തിലാക്കിയാണ് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം പുരോഗമിക്കുന്നത്. വീറും വാശിയും നിറഞ്ഞ അവസാനവട്ട പ്രചാരണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. വീട് കയറി വോട്ട് തേടുന്നതടക്കമുള്ള ബൂത്തുതല പ്രവർത്തനങ്ങൾ ഇനിയുള്ള നാടുകളിൽ സജീവമാകും. മന്ത്രിമാരായ G സുധാകരൻ, KT ജലീൽ എന്നിവർക്കൊപ്പം ഉടവൂർ വിജയനും LDF-നായി ഇന്ന് മണ്ഡലത്തിലുണ്ട്. MB ഫൈസലിന്റെ വാഹന പര്യടനം നാളെ ആരംഭിക്കും. ഫാഷിസത്തെയും വർഗീയതയെയും ചെറുത്തു തോൽപ്പിക്കാൻ, മതന്യൂനപക്ഷങ്ങൾ പിടഞ്ഞു വീണു മരിക്കുന്ന നാടായി ഇന്ത്യ മാറാതിരിക്കാൻ, പാവപ്പെട്ട വിശ്വാസികളായ പട്ടികജാതിക്കാരും ദളിതരും മറ്റു പിന്നോക്കക്കാരുമെല്ലാം ഈ മണ്ണിൽ പിടഞ്ഞു വീഴാതിരിക്കാൻ, സാംസ്കാരിക പ്രവർത്തകരുടെ ശിരസിലേക്ക് വെടിയുതിർക്കപ്പെടാതിരിക്കാൻ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുടെ ആദ്യ റൗണ്ട് പര്യടനം ഇന്ന് അവസാനിക്കും. KPCC പ്രസിഡന്റ് MM ഹസൻ, വർഗീസ് ജോർജ് എന്നിവരാണ് UDF-നായി വോട്ട് തേടുന്ന പ്രമുഖർ. പെരിന്തൽമണ്ണയിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പര്യടനം. തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നാളത്തെ രാഷ്ട്രീയവും അതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഈ രാജ്യത്ത് തിരിച്ചു വരണം. അത് നല്ല പണിയുള്ള ഒരു കാര്യമാണ്. കടല് നീന്തിക്കടക്കാനും തങ്ങളുടെ വാക്കുകൾ ഉതകും എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭത്തിലാണ്. NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് ഇന്ന് കൊണ്ടോട്ടിയിലാണ് വോട്ടർമാരെ കാണുന്നത്. H. രാജ, CK പത്മനാഭൻ എന്നീ നേതാക്കളും മണ്ഡലത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് 10 ദിവസം മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികൾ ആവേശകരമായ അവസാന റൌണ്ട് പര്യടനത്തിലേക്ക്. LDF സ്ഥാനാർത്ഥി MB ഫൈസലിന്റെ വാഹന പര്യടനം നാളെ ആരംഭിക്കും. PK കുഞ്ഞാലിക്കുട്ടി പെരിന്തൽമണ്ണയിൽ വോട്ട് തേടുമ്പോൾ NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് കൊണ്ടോട്ടിയിൽ പര്യടനത്തിലാണ്. ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ നഗരങ്ങളിൽ ആഫ്രിക്കൻ വംശജർക്ക് നേരെ നടക്കുന്ന വംശീയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ തലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് റിയാസ് മുഹമ്മദ് ബാംഗ്ലൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആഫ്രിക്കൻ വംശജർക്ക് നേരെ ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ നഗരങ്ങളിലും മറ്റിടങ്ങളിലും നടക്കുന്ന വംശീയ ആക്രമണങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ബംഗളൂരിൽ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ റിയാസിനോടൊപ്പം ഡിവൈഎഫ്ഐ കർണാടക സംസ്ഥാന സെക്രട്ടറി രാജശേഖരമൂർത്തി, പ്രസിഡന്റ് മുനീർ കട്ടിപ്പല്ല എന്നിവർ പങ്കെടുത്തു. In Delhi, Mumbai, Bangalore and in important cities in our country, unfortunately, people who have influenced the racist ideology and attacking the people, especially from Africa and other countries. DYFI is condemning it. DYFI is going to organize a nationwide campaign against this trend. The nighttime vehicle traffic ban in NH212. Now a case is going on Supreme Court. So DYFI pointed out earlier that the industrial educational sector of Karnataka is facing and now also faced a major issue due to this vehicle traffic ban. In Kerala, DYFI took protest to remove the traffic ban. So we are requesting the Karnataka state government take appropriate step jointly with the Kerala state government and remove the ban, vehicle traffic ban in the NH212. It is one issue we are pointing out. The other thing is the Talasheri-Mysore railway line. It will help many people who are living in Bangalore and also in Kerala. So DYFI is requesting the central ministry and also the Karnataka state government to take speedy action for Talasheri-Mysore major railway line. News Bureau, Bangalore. മാധ്യമങ്ങൾ സാമൂഹിക പ്രതിബദ്ധത മറന്നു പ്രവർത്തിക്കുന്നു എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, എന്തൊക്കെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? എന്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വിവരങ്ങൾ? സൗമ്യ, ഫേസ്ബുക്കിലാണ് സമകാലിക പശ്ചാത്തലത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ
മാധ്യമങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചത്. മാധ്യമം എന്നത് ഒരു വ്യവസായമല്ല എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംരംഭമാണ് മാധ്യമം. എന്നാൽ ഇതെല്ലാം വിസ്മരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ തലപൊക്കിയിരിക്കുന്നു. ഇതിൽ വനിതകൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചത് നല്ല സൂചനയാണ് എന്നും കോടിയേരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അഴിമതിക്കാരെയും ദുർനടത്തിപ്പുകാരെയും തുറന്നുകാട്ടാനുള്ള മാധ്യമ പ്രവർത്തനത്തെ നാട് ഒരിക്കലും എതിർക്കില്ല. പ്രത്യേകിച്ച് മാധ്യമ വിസ്ഫോടനത്തിന്റെ കാലഘട്ടം കൂടിയാണിത്. പത്രം, റേഡിയോ, TV എന്നിവയ്ക്ക് പുറമെ സാമൂഹ്യ മാധ്യമങ്ങളുടെ സാന്നിധ്യവും ഇന്ന് കാര്യമായ വളർന്നിരിക്കുന്നു. മിക്ക മാധ്യമങ്ങളെയും കോർപ്പറേറ്റുകൾ വിഴുങ്ങുകയാണ് എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ ശബ്ദമാകാൻ പല മാധ്യമങ്ങൾക്കും സാധിക്കുന്നില്ല. അത് തിരുത്തപ്പെടണമെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് എന്നത് ഓരോ മാധ്യമ പ്രവർത്തകരും മനസ്സിലാക്കണം. അത് അവർ സ്വയം തിരുത്തി മുന്നേറണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. പ്രത്യേകിച്ച് AK ശശീന്ദ്രനെതിരായ വിവാദങ്ങളും സംഭവവികാസങ്ങളും എല്ലാം ഉയർത്തിവിട്ട സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ മാധ്യമ വിമർശനം നടത്തിയിരിക്കുന്നത്. സൗമ്യ. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നിലവിലെ സാഹചര്യങ്ങളിലാണ് അദ്ദേഹം ഇങ്ങനൊരു വിമർശനം ചില മാധ്യമങ്ങൾക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധത മറന്നുകൊണ്ട് ചില മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ മാറ്റാനുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതോടെ സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ 1956 മദ്യശാലകൾക്കാണ് താഴെ വീണിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ചില്ലറ മദ്യവിൽപ്പനശാലകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും പൂട്ടുവീണത് സർക്കാരിന്റെ വരുമാനത്തിൽ 50% കുറവുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് പരിശോധന ഇന്നു മുതൽ ആരംഭിക്കും. സുനിൽ അർമാനൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുനിൽ, വിശദാംശങ്ങൾ. സൗമ്യ, സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ബിയർ വൈൻ പാർലറുകളും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെയും ബിവറേജ് കോർപ്പറേഷൻ്റെയും ഔട്ട്ലെറ്റുകളാണ് അടച്ചിട്ടിരിക്കുന്നത്. ഇന്ന് തുറന്നിരിക്കുന്ന പല കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. എന്നാൽ വളരെ കുറച്ച് മാത്രമാണ് ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത്. ഇപ്പോൾ ഏക ഔട്ട്ലെറ്റ് മാത്രമേ തിരുവനന്തപുരം നഗരത്തിനകത്ത് ഉള്ളൂ. അത് കൺസ്യൂമർ ഫെഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആണ്. പക്ഷേ ഇവിടെ ആളുകൾ വന്ന് മടങ്ങുകയാണ്. ഇവിടെ സ്റ്റോക്ക് ക്ലിയറൻസുമായി, അതായത് സ്റ്റോക്ക് കണക്കെടുപ്പ് പ്രമാണിച്ച് ഇന്നിവിടെ ഷോപ്പിന് അവധിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വന്ന ആളുകൾ നിരാശയോടെ മടങ്ങുന്ന കാഴ്ചയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ രാവിലെ എത്തിയ ഒരു വ്യക്തി തന്നെ നമ്മുടെ ഒപ്പമുണ്ട്. ഇപ്പോൾ ഔട്ട്ലെറ്റുകളെല്ലാം തന്നെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമാണ്. ഇത് എങ്ങനെയായിരിക്കും നിങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ ബാധിക്കുന്നത്? നമ്മളെപ്പോലുള്ള ബാധിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് പോകും. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാനാ? കിട്ടിയാൽ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇത് സ്ഥിരം രാവിലെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാകും. കാര്യം അവർക്ക് ചിലർക്ക് ആഹാരം പോലും ഇറങ്ങത്തില്ല. ചിലർക്ക് ഇത് അടിച്ചെങ്കിൽ മാത്രമേ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു ഇതായിട്ടൊക്കെ വരും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ മാത്രമേ ഈ പ്രശ്നം വരുന്നുള്ളൂ? മറ്റേ ഇപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനം എല്ലാം കേരളത്തിൽ മൊത്തം ഇങ്ങനെയുള്ള സംഗതിയാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ കേരള അതിർത്തിയിലൊക്കെ വലിയ രീതിയിലുള്ള തിരക്കായിരിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ആളുകൾ പോയി അവിടെ ചെന്ന് വാങ്ങിച്ച് അവിടെ വെച്ച് കഴിച്ചൊക്കെ കൊണ്ടുവരുന്നവർ കാണും. ഇപ്പം മിക്കത് ഇവിടുന്ന് 100-ൽ ഒരു 90% ജനങ്ങളും തമിഴ്നാട് സംബന്ധമായിട്ട് ഇതിനു വേണ്ടി പോയിട്ടുണ്ട്. ഇനിയും പോകാൻ താല്പര്യപ്പെടുന്നവരും ഉണ്ട്. അതാണ്. തീർച്ചയായും ഇത് തന്നെയാണ് ഇവിടെയുള്ള ഇത് മദ്യം വാങ്ങാനെത്തുന്നവരൊക്കെ പറയുന്ന ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇവർക്ക് കുടിക്കുന്നവർ ആരായാലും അവർക്ക് മദ്യം എവിടെ കിട്ടുമോ അവിടെ പോയി ചെന്ന് അവർ വാങ്ങി കുടിക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളായിരിക്കും ഇനിയിപ്പോൾ തലസ്ഥാന നഗരി അല്ലെങ്കിൽ ഇതുപോലെ സംസ്ഥാനത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇത്തരത്തിൽ മദ്യം ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ കുടിക്കുന്ന ആളുകൾ മദ്യം ആവശ്യപ്പെട്ടെത്തുമ്പോൾ അത് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യവും ഇത്രയും ആളുകൾക്ക് ഒരു കൗണ്ടർ തലസ്ഥാനത്ത് തന്നെ നഗരത്തിനകത്ത് ഒറ്റ കൗണ്ടർ ബിവറേജിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡിൻ്റെ ഒറ്റ കൗണ്ടർ മാത്രം പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ക്യൂ ഇവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ മദ്യം വിൽക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകും. വലിയ രീതിയിൽ അക്രമം ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകാനുള്ള സാധ്യത. പലരും വളരെ ദൂരെ നിന്ന് തന്നെ കിലോമീറ്ററുകൾ താണ്ടി ഈ ഒരു ഷോപ്പിൽ വേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ വന്ന ശേഷം സാധനം കിട്ടാതെ നിരാശരോടെ മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇനി എവിടെ ഉണ്ട് എന്നുള്ളൊരു
തിരക്കി പോകുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇവിടെ ഒരു ഷോപ്പിലെങ്കിലും തുറക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. ഇത് നേരത്തെ SL തിയേറ്ററിൻ്റെ സമീപത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു കൺസ്യൂമർ ഫെഡിൻ്റെ. ഇപ്പോൾ ഈ വഞ്ചൂർ ഉപ്ലാമൂട് പാലത്തിന് സമീപത്തായിട്ട് ഇപ്പോൾ 500 മീറ്റർ എന്നുള്ള സുപ്രീം കോടതി വിധി കണക്കിലെടുത്തുകൊണ്ട് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഏകദേശം 1965 ഔട്ട്ലെറ്റുകൾ മദ്യവിൽപ്പനശാലകളാണ് അടച്ചുപൂട്ടുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത് വലിയ രീതിയിലുള്ള വരുമാനം, സർക്കാരിൻ്റെ വരുമാനം വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ഇന്നലെ തന്നെ എക്സൈസ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞതാണ് 50% വരുമാനം ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കിയേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് ഒരു ഭാഗത്ത്. ഇത്തരത്തിൽ വിധി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഇന്നു മുതൽ എക്സൈസ് അവരുടെ സ്ക്വാഡ് കൂടുതൽ സജീവമായി എല്ലാ കേന്ദ്രങ്ങളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിൻ്റെ മിക്ക ഔട്ട്ലെറ്റുകളും ഇന്ന് പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റുകൾ, അതായത് നഗരപ്രദേശങ്ങൾ പഞ്ചായത്ത് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റുകളിലൊക്കെ ഇന്ന് കണക്കെടുപ്പാണ്. കണക്കെടുപ്പ് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് എന്തായാലും സ്റ്റോക്ക് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ സ്റ്റോക്ക് വരാത്ത സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ തിങ്കളാഴ്ച മാത്രമേ ഇത്തരം ഔട്ട്ലെറ്റുകളിൽ മദ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതും ഇവരെ വലിയധികം നൽകിയത്. മദ്യവിൽപ്പനയിൽ ഏറെ മുന്നിൽ നിന്ന നഗരമായ മാഹിയിൽ 32 മദ്യശാലകൾക്കാണ് ഒന്നിച്ചു പൂട്ട് വീണത്. ദേശീയ സംസ്ഥാന പാതയുടെ 500 മീറ്റർ ചുറ്റളവിൽ മദ്യശാല പാടില്ല എന്ന സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഇത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾക്കിടയിലുള്ള മാഹി പോണ്ടിച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. മദ്യപാനികളുടെ പറുദീസി എന്ന് വിശേഷിപ്പിക്കാവുന്ന നഗരമായിരുന്നു ഇന്നലെ വരെ മാഹി. അത്രയേറെ ബാറുകളും മദ്യവിൽപ്പനശാലകളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ നഗരത്തിലെ ഒരു ബാറും ഒരു മൊത്ത വിൽപ്പനശാലയും ഒഴികെയുള്ള മറ്റെല്ലാ മദ്യശാലകൾക്കും ഇന്നു മുതൽ താഴ്വീണു. മാഹിയും പള്ളൂരും പന്തക്കലും ഉൾപ്പെടെ പോണ്ടിച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള 9.5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ ആകെ 63 മദ്യവിൽപ്പനശാലകളാണുള്ളത്. പൂട്ടാതിരിക്കുന്ന മദ്യശാലകൾ ദേശീയ സംസ്ഥാന പാതയ്ക്ക് 500 മീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടാത്തവയാണ്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് മദ്യശാലകൾ അടച്ചുപൂട്ടിയ നടപടിയെ മയ്യഴിയിലെ ജനങ്ങൾ പൊതുവെ സ്വാഗതം ചെയ്യുകയാണ്. മാഹിയുടെ നഗരഭാഗത്ത് നിന്ന് മദ്യശാല മാറ്റിയിരിക്കുന്നത് മയ്യഴിക്കാരെ സംബന്ധിച്ചിടത്തോളം, മയ്യഴിയിലെ ചരിത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തികച്ചും സന്തോഷകരമായ അവസ്ഥയാണ്. എന്നാൽ ഇതേ തുടർന്ന് തൊഴിലില്ലാതായ 1000-ലേറെ വരുന്ന ജീവനക്കാരെ പുനരധിവസിപ്പിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ആ തൊഴിലാളികളെ മാറ്റിയിട്ട് അവർക്ക് ഒരു പുനരധിവാസം നടത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള നിലപാട് എടുക്കണമെന്നാണ് വിനീതമായി ഒരു മയ്യഴിക്കാരെന്ന പേര് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ. മയ്യഴി പുഴയോരത്താണ് മാഹി നഗരം. 40,000-ആണ് ഇവിടുത്തെ ജനസംഖ്യ. മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും മദ്യത്തിന്റെ ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും മാഹിക്ക് പുറത്തുള്ളവരാണ്. ശരാശരി 2 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് മാഹിയിലെ മദ്യശാലകളിൽ പ്രതിദിനം നടന്നു വന്നിരുന്നത്. പൂട്ടിയ മദ്യശാലകൾ 500 മീറ്ററിനപ്പുറം ദൂരപരിധിയിൽ വീണ്ടും തുറക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. ഒപ്പം നാട്ടുകാരുടെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കേരളത്തെ അപേക്ഷിച്ച് വില കുറഞ്ഞ മദ്യം വിൽക്കുന്ന മദ്യവിൽപ്പനശാലകൾ മയ്യഴിയുടെ മുഖമുദ്രകളിലൊന്നാണ്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഇന്ന് ഇവിടെ മദ്യശാലകൾ തുറന്നിട്ടില്ല. മയ്യഴിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നാണ് ഇതോടെ നിലച്ചിരിക്കുന്നത്. മയ്യഴിയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം സണ്ണി ജോസഫ്. കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് കുടിവെള്ളം എത്തിക്കുന്നുവെങ്കിലും ആവശ്യത്തിന് കുടിവെള്ളം ലഭിക്കാതെ വലയുകയാണ് കുട്ടനാട്ടുകാർ. വരൾച്ച രൂക്ഷമായതോടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാട്ടിലെ ജനങ്ങളും കുടിവെള്ളത്തിനായി പായുകയാണ്. കുട്ടനാട്ടിലെ 13 പഞ്ചായത്തുകളിൽ നെടുമുടി ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. കായലുകളിൽ ഉപ്പുവെള്ളം കൂടി കയറിയതോടെ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ്. കൃഷിക്ക് ആവശ്യത്തിനുള്ള ശുദ്ധജലം പോലും ഇല്ലാത്തതിനെ തുടർന്ന് കാർഷിക മേഖലയിൽ മാത്രം 60 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് കൃഷി വകുപ്പ് വിലയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 50 കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നതും നെൽകർഷകർക്കാണ്. ആവശ്യത്തിന് ശുദ്ധജലം ലഭ്യമാകാതായതോടെ സ്വന്തം കൃഷി പോലും ഉപേക്ഷിക്കേണ്ടി വന്ന കർഷകർക്ക് ഇപ്പോൾ കുടിവെള്ളം പോലും ലഭിക്കുന്നില്ലെന്നുള്ളതാണ് പരാതി. വേനൽക്കാലം വരുമ്പോൾ ഉപ്പുവെള്ളം കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറയണ്ട, ഒന്നിനുമില്ല. കുളിക്കാനും കുടിക്കാനും എല്ലാം ഇതാണ് ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പൂടായപ്പോൾ ഒട്ടുമില്ല. ഒന്നുകിലും ആരെങ്കിലും ഹൗസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം, ഒരു 2-3 കുടം വെള്ളം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് പാലത്തിൻ്റെ അവിടെ പോകണം വെള്ളം എടുക്കാനായിട്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പ്രതിദിനം 2 ലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് സർക്കാർ കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ദുരുപയോഗം തടയുന്നതിന് 3000 ലിറ്ററിൻ്റെ 186 ടാങ്കുകൾ സ്ഥാപിച്ചാണ് കുടിവെള്ളം സർക്കാർ ചെലവിൽ ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നത്. കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഒരു പരിധിവരെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. കുട്ടനാട്ടിലെ കായലുകളും ഇടത്തോടുകളും മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ജനങ്ങളാണ് വരൾച്ച മൂലം ഇപ്പോൾ ഏറെ ദുരിതമനുഭവിക്കുന്നത്.
കുട്ടനാടിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ വള്ളത്തിൻ്റെ സഹായത്തോട് മാത്രമാണ് ഇപ്പോൾ കുടിവെള്ളം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പുഴയും കടലും ചേർന്ന ആലപ്പുഴ ജില്ലയിൽ കുടിവെള്ളക്ഷാമം ഇത്രയധികം രൂക്ഷമാകുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അമേരിക്കയിലെ മലയാള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 7ാമത് നാഷണൽ കോൺഫറൻസ് ഓഗസ്റ്റ് 24, 25, 26 തീയതികളിൽ നടക്കും. ജോസ് കണിയാലിന്റെ നേതൃത്വത്തിൽ ചിക്കാഗോയിലെ ഹോളിഡേ ഇൻ ഹോട്ടലിലാണ് പരിപാടി. കേരളത്തിൽ നിന്നുള്ള മാധ്യമ രാഷ്ട്രീയ പ്രമുഖരും സാഹിത്യ പ്രവർത്തകരും അതിഥികളാകുന്ന കോൺഫറൻസിൽ പ്രസ് ക്ലബിന്റെ 7 ചാപ്റ്ററിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.